ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 4 കാര്യത്തെക്കുറിച്ച് ഞാൻ പറയും. 4 ശുദ്ധികളെ കുറിച്ച്. ഒന്ന്, സഹോദരിമാർ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഒന്ന് പാത്രശുദ്ധി, മറ്റൊന്ന് പദാർത്ഥശുദ്ധി, മറ്റൊന്ന് പാചകശുദ്ധി, മറ്റൊന്ന് ഭാവശുദ്ധി. പാത്രശുദ്ധി, പദാർത്ഥശുദ്ധി, പാചകശുദ്ധി, ഭാവശുദ്ധി. പാത്രം ശുദ്ധമാവണം. പഴയ ആ കാലത്ത് മണ്ണിൻ്റെ കലത്തിലായിരുന്നു ഭക്ഷണം പാകം ചെയ്തിരുന്നത്. ഇന്നോ അലൂമിനിയം പാത്രം വന്നതോടുകൂടിയാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാവാൻ കാരണം. ഈ അലൂമിനിയം ചൂടാകുമ്പോൾ അലൂമിനിയം ഓക്സൈഡൊക്കെ നമ്മുടെ ഭക്ഷണ പാത്രത്തിൻ്റെ കൂടെ ചേർന്ന് വിഷലിപ്തമാകുന്നു. ഇത് കഴിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, വീണ്ടും നമ്മൾ തിരിച്ചു പോകണം. ആ മണ്ണിൻ്റെ കലത്തിലേക്ക് തന്നെ പോകണം. നമ്മൾ മണ്ണിൻ്റെ പാത്രം വാങ്ങുക. പാത്രശുദ്ധി, പദാർത്ഥശുദ്ധി. ഇന്ന് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഏതെങ്കിലും പദാർത്ഥം, പച്ചക്കറികൾ വിഷമില്ലാത്തത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എല്ലാം വിഷമയമാണ്. തമിഴ്നാട്ടുകാരൻ കേരളക്കാർക്ക് വേണ്ടി മാത്രം പ്രത്യേകം കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട്. നല്ലോണം വിഷം ചേർത്തിട്ട് കീടനാശിനി ഉപയോഗിച്ചുകൊണ്ട് അവരത് കഴിക്കില്ല. ഇങ്ങോട്ട് കടത്തി വിടും അവർ. നല്ല ഇപ്പോൾ ഉച്ചക്ക് നല്ല ചൂടിന് വത്തക്ക വാങ്ങി കഴിക്കാറുണ്ട് നമ്മൾ. മുറിച്ചാൽ നല്ല ചുവപ്പ് നിറമുണ്ടാവും, നല്ല മധുരം ഉണ്ടാവും അല്ലേ? വത്തക്ക എല്ലാവരും വാങ്ങാറുണ്ട്. ആ ചുവപ്പിന് കാരണം എരിത്രോസിൽ ബി എന്ന് പറയുന്ന ഒരു കെമിക്കൽ കുത്തിവെച്ചിട്ടാണ്. എല്ലാ വത്തക്കയും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, മിക്കവാറും. അതുകൊണ്ട് പാത്രം ശുദ്ധമാവണം, പദാർത്ഥം ശുദ്ധമാവണം. നമുക്ക് വേണ്ടുന്നത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കണം പച്ചക്കറികൾ. മറ്റൊന്ന് പാചകശുദ്ധി. നല്ല മനസ്സോടുകൂടി വേണം പാചകം ചെയ്യാൻ. ഭർത്താവിനോട് ദേഷ്യം തോന്നിയിട്ട് നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കിയ എന്തായാലും ഉപ്പ് അധികമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത് പിടിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി നാമം ജപിച്ചുകൊണ്ട് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിക്കോ. അത് നല്ല സ്വാദുണ്ടാവും. ഇതിനെല്ലാം പുറമെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് ഭാവശുദ്ധി. ഇത് വിളമ്പി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നൊരു മനസ്സ്. ഞാനവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോ, ഞാൻ സീരിയൽ കാണട്ടെ, ചന്ദനമഴ കാണട്ടെ എന്ന് പറയുന്ന അല്ലേ അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു ദിവസം ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദിവസം ഒരു നേരമെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഇന്ന് ഈ ഭക്ഷണം ഒന്നിച്ച് കഴിക്കുന്ന പരിപാടിയില്ല. ഇന്ന് അച്ഛനും മക്കളും അല്ലെങ്കിൽ അമ്മയും എല്ലാവരും കൂടി ഒന്നിച്ച് ചേരുന്ന സമയമില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അമ്മ കൂട്ടത്തിലുണ്ടെങ്കിൽ അമ്മ തന്നെ വിളമ്പി കൊടുക്കണം മക്കൾക്ക്. അമ്മ വിളമ്പി തരുമ്പോൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, സുഖമുണ്ട്. അതിനി ആര് തന്നാലും ഉണ്ടാവുകയില്ലെന്ന് പറയുന്നു. അമ്മ വീട്ടിലുണ്ടെങ്കിൽ. ഇത് ഞാൻ പറയാൻ കാരണം, എത്ര കാലം മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുവാൻ അമ്മക്ക് ദൈവം അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന് അറിയില്ല നമുക്ക്. കിട്ടിയ ദിവസം പിന്നെ ഞാൻ വിളമ്പി കൊടുക്കും. അതേപോലെ അമ്മ വിളമ്പിത്തരുന്ന ഭക്ഷണം കഴിക്കാൻ മക്കൾക്ക് എത്ര കാലം അനുവദിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ദിവസം ഒരു നേരമെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ആ സമയത്ത് മക്കളുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കൾ ചോദിച്ചറിയണം. അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. കൂട്ടുകാരിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, അല്ലെങ്കിൽ വഴിയിൽ നിന്ന് പല പ്രശ്നങ്ങളുണ്ടാവും, നേരിടുന്നുണ്ടാവും. അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് സമയം ഇല്ലാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഇത്രയും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്ന് അറിയണമെന്നുണ്ട്. നിങ്ങളറിയണം, മക്കളുടെ കാര്യം നോക്കാൻ നേരമില്ല മാതാപിതാക്കൾക്ക്. അതുകൊണ്ട് ഇനി പറഞ്ഞ കാര്യം ഓർമ്മിക്കണം. 4 ശുദ്ധികൾ. ഒന്ന്
പാത്രശുദ്ധി, പദാർത്ഥശുദ്ധി, പാചകശുദ്ധി, ഭാവശുദ്ധി ഓർമ്മിക്കുക.